ഹായ് ഗൈസ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് ടെയിൽസ് ബൈ അനു. നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഊട്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഊട്ടിയിലേക്ക് എന്നും പോകുന്നതല്ലേ, വേറെ സ്ഥലങ്ങളൊന്നുമില്ലെന്ന്. പക്ഷേ ഊട്ടിയുടെ സ്ഥിരം പോയി മടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് ഊട്ടിയിലെ ഹിഡൻ ബ്യൂട്ടിഫുൾ പ്ലേസസിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത് എടക്കരയിൽ നിന്നാണ്. നമ്മളിപ്പോൾ നാടുകാണി ചുരം കയറി നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുരമാണ് നാടുകാണി ചുരം. നമുക്ക് പലപ്പോഴും ആന, കാട്ടുപോത്ത്, മാന് തുടങ്ങിയ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. എത്ര പോയാലും മതി വരാത്തൊരു യാത്രയാണ് നാടുകാണി ചുരം പാത വഴിയുള്ള യാത്ര. നമ്മൾ നിലമ്പൂരുകാർ പലപ്പോഴും നമുക്ക് തണുപ്പൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിക്കണം തോന്നിയാൽ നമ്മൾ നേരെ ബൈക്കോ കാറോ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നാടുകാണി ചുരം പാത കയറി നാടുകാണിയിലെത്തി അവിടെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിച്ച് തിരിച്ചു പോരുന്നവരാണ് ഞങ്ങൾ നിലമ്പൂരുകാർ പലരും. പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പോയി മടുത്ത ഊട്ടിയിലെ സ്ഥലങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദേവാല ഹട്ടി റൂട്ട്, അതുപോലെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹങ്കർ ഫോർഡ്, ഊട്ടി മൈസൂർ റോഡ്, അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട്, അതുപോലെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോസ് ഗാർഡൻ, വൃന്ദാവൻ ഗാർഡൻ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കർണാടക പാർക്ക്, ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇതൊരു ട്രാവൽ വ്ലോഗ് എന്നതിൽ ഉപരി നമ്മൾ ആ ഒരു നമ്മുടെ സ്ട്രെസ്സ്, പ്രഷർ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലീസ് ആവാനായിട്ട് പോകുന്ന ഒരു യാത്രയാണ്. അപ്പം പലപ്പോഴും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ചിന്തകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഊട്ടിയിലേക്കുള്ള ഈ ഒരു പാത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് നാടുകാണി വഴി പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ദേവാല ഹട്ടി റൂട്ടിലേക്കാണ്. പലരും പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ റൂട്ട് പലർക്കും പരിചിതമുണ്ടാവില്ല. നമ്മൾ ആദ്യം തന്നെ ആ ഒരു റൂട്ടാണ് പരിചയപ്പെടുന്നത്. നാടുകാണി ചുരം കയറി നാടുകാണി ചെന്ന് നമ്മൾ നേരെ പോവുകയാണ്. പ്രകൃതിയെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് ഈ നാടുകാണി ചുരം പാത. അപ്പോൾ നമുക്ക് പലപ്പോഴും ആനകളെയും അതുപോലെ തന്നെ കാട്ടുപോത്തുകളെയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഈ ഒരു കാനന പാതയിലൂടെയുള്ള ഈ ഒരു യാത്ര തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് ജാറ. ഇവിടെ ഇറങ്ങി പല ആളുകളും നേർച്ചയിടുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഈ ഒരു ചുരം കയറി കുറച്ചു ദൂരം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സാധാരണ വഴിക്കടവ് അല്ലെങ്കിൽ എടക്കര, നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഈ ഒരു ചുരത്തിൻ്റെ പകുതി മുതൽ നമുക്ക് ഒരു നല്ലൊരു തണുപ്പ് ആസ്വദിക്കാൻ സാധിക്കും. നാടുകാണി എത്തിയതിനു ശേഷമാണ് നമ്മൾ ദേവാല ഹട്ടിയിലേക്ക് പോകുന്നത്. ദേവാല ഹട്ടിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നാടുകാണി ചെക്ക് പോസ്റ്റിൽ അവിടെ നമുക്കറിയാം 50 രൂപ കാറിനും അതുപോലെ തന്നെ 20 രൂപ ബൈക്കിനുമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവർ ഒരിക്കലും അലോ ചെയ്യില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൗഡ് അല്ല. ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഫൈൻ കൊടുക്കേണ്ടതാണ്. അവരെത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ആ ഒരു പ്രകൃതിയെ അവർ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേവാല ഹട്ടിയിലേക്ക് പോകാനായിട്ട് നമ്മൾ നാടുകാണി ചുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്ന റൈറ്റ് റോഡിലൂടെ കയറി ഗുഡല്ലൂർ റോഡ്, അതിലൂടെ കയറി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ഇടതുവശത്ത് ലെഫ്റ്റ് റോഡ്, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ നിന്ന് ആ ഒരു ലെഫ്റ്റ് സൈഡ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ദേവാല ഹട്ടിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ഒരു റോഡ് വളരെ ചെറിയൊരു റോഡാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് മൂന്നാറൊക്കെ പോയാൽ കാണാൻ സാധിക്കുന്ന തേയിലത്തോട്ടങ്ങളിലേക്ക് പോകുന്ന പോലുള്ളൊരു റോഡാണിത്. അത്രയും മനോഹരമാണ് ഈ ഒരു യാത്ര. ദേവാല ഹട്ടിയിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അതിരാവിലെ ഒരു 7 മണി സമയമാണ്. നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ചുറ്റും വളരെ മനോഹരമായിട്ട് കോട മൂടിക്കിടക്കുന്ന ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്.
നമുക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ ഒരു റോഡിലൂടെ നടക്കുന്നതാണ് ഏറ്റവും മനോഹരം. ആ ഒരു അതിരാവിലെ സമയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇറങ്ങിയ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമുക്കൊരിക്കലും ഈ ഒരു ബ്യൂട്ടി ഓഫ് അത് ഊട്ടിയുടെ വേറെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഈ റൂട്ട് നമ്മൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ദേവാലയയിലേക്കാണ് എത്തുക. നമ്മൾ ദേവാലയയിലേക്കല്ല പോകുന്നത്, നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ എടുക്കുകയാണ്. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ചകളെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ ഒരിക്കൽ പോകണം. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര മനോഹരമാണ്. നമുക്ക് പക്ഷേ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്കിനി ഊട്ടിയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ വരികയാണ്. തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് നാടുകാണിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ലെഫ്റ്റ് റോഡ് ഡയറക്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട്, അതായത് ദേവാല ഹട്ടി കഴിയുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോഴും നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് ദേവാല ഹട്ടി റോഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് സൈനും കാണാൻ സാധിക്കും. ഇതിലൂടെ വന്നാലും നമുക്ക് നാടുകാണിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്രയുടെ ആദ്യത്തെ സ്പോട്ട് നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ ലക്ഷ്യം ഹങ്കർ ഫുഡാണ്. നമ്മൾ ഇനി ലക്ഷ്യം വെക്കുന്നതെങ്കിലും നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര പോകുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ്.
ഈ സ്ഥലം കഴിഞ്ഞ് കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ റോഡിൻ്റെ സൈഡിൽ നമുക്ക് പനനങ്ക് വിൽക്കുന്ന ഒരു ചേട്ടനെ കാണാൻ സാധിച്ചു. പനനങ്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നീട് കഴിക്കാമെന്ന് ഓർത്ത് പോന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗുഡലൂർ ടൗണാണ്. ഗുഡലൂർ ടൗണിൽ നമുക്ക് ഊട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കേരളത്തിൻ്റെ തനിമയുള്ള ഭക്ഷണങ്ങൾ കിട്ടാൻ വളരെ കുറവാണ്. പൊതുവെ ബിരിയാണി, ഫ്രൈഡ് റൈസ് എന്താണെങ്കിലും നമ്മളുടേതായ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് മുൻപ്, അതായത് ഉച്ചയോടടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഗുഡലൂർ ടൗണാണ്. അവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്രോൾ പമ്പ്സ്, നയാര പെട്രോൾ പമ്പ്സൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. എന്ന് വിചാരിച്ച് ഊട്ടിയിൽ പെട്രോൾ പമ്പ് ഇല്ല എന്നല്ല, ഗുഡലൂർ ഈസ് എ ഗുഡ് പ്ലേസ്. അവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഒക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. ഇനി നമ്മൾ എത്തുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യൂക്കാലി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള, ഇവിടെ നിർത്തി നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കും. നമ്മൾ പല പ്രാവശ്യവും ഈ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാവശ്യം നമ്മൾ അവിടെ നിർത്തുന്നില്ല. വഴിയിലെല്ലാം നമുക്ക് ഇഷ്ടംപോലെ വാനരന്മാരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ അവിടെ ഒന്നും വണ്ടി സൈഡാക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹങ്കർ ഫോർഡാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ സൈഡിലിരുന്ന് കഴിച്ചു. പക്ഷേ ഒരിക്കലും നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫുഡാണെങ്കിലും വാട്ടർ ബോട്ടിലാണെങ്കിലും ഒരിക്കലും നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയതാണ്. ഇനി നമ്മൾ എത്തുന്നത് ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ്. ഇതൊരിക്കലും പൈക്ക വാട്ടർഫാൾസുമായി റിലേറ്റ് ചെയ്ത ലേക്കോ അല്ലെങ്കിൽ ബോട്ട് ഹൗസോ ഒന്നുമല്ല, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. ഇവിടെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വാവ്, ഫെൻറ്റാസ്റ്റിക്, അമേസിങ് എന്നൊക്കെ തോന്നും. നമ്മൾ ശരിക്കും ഇത് ഊട്ടിയുടെ ഭാഗമാണോ അതോ ഒരു വേറെ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലെ ഒരു യാർഡാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. പക്ഷേ ഈ വെള്ളം അത്ര ക്ലീൻ ആയിട്ടുള്ള വാട്ടറല്ല, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്നാലും ഇവിടെ അത് രാവിലെ തന്നെ വരികയാണെങ്കിൽ നല്ല കോടയും നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇവിടെ തന്നെ സൈഡിൽ നമുക്ക് കുറച്ച് ടീ ഷോപ്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് കോണൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. വളരെ ടേസ്റ്റാണ് അത്. നല്ല ആവി പറക്കുന്ന കമ്പം, അതുപോലെ ചായയൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണത്. ഈ ഒരു പോത്തിനെ അതിൻ്റെ സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എവിടുന്നോ വരണ്ടോട് വന്നതാണെന്ന് തോന്നുന്നു. അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് തന്നെ നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ട്. കാലിലും അതുപോലെ കൊമ്പിലും പറ്റുന്ന എല്ലായിടത്തും അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ പിക്നിക് ലേക്കിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഹങ്കർ ഫോർഡ് തേടി നമ്മളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. വഴിയിലുടനീളം ധാരാളം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചുകൂടി അങ്ങ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഇവിടെ പക്ഷെ നമുക്ക് ടിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ റോഡ് സൈഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഊട്ടിയിലെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും ധാരാളം കുതിരകളെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റിലൊക്കെ ഹോഴ്സ് റൈഡിങ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് പോയ ഈ ഒരു സമയത്ത് നമുക്ക് ധാരാളം സൈക്കിൾ റൈഡേഴ്സിനെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം വളരെയധികം ദൂരങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ട് റോഡിൻ്റെ പല ഭാഗങ്ങളിലും വണ്ടികളിലൊക്കെ ആളുകൾ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ശരിക്കും ഊട്ടി അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഊട്ടിയിൽ 1-2 ദിവസം താമസിച്ച് നമ്മൾ ആ ഒരു തണുപ്പൊക്കെ വളരെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ അതിശൈത്യമാണ് ഊട്ടിയിലുള്ളത്. നമ്മൾ ഈ ഡിസംബർ-നവംബർ മാസങ്ങളിലേക്ക് വളരെ തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ അതിരാവിലെ അവിടുത്തെ മോർണിംഗ് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് പോരുന്നതാണ് ഏറ്റവും നല്ലൊരു യാത്ര. പക്ഷേ നമ്മൾ 1 ഡേ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ പോയി വരാവുന്നതാണ്. ഈ അടുത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്നുള്ളത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഞാൻ 2 വഴിയിലൂടെയും വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമ്മൾ സാധാരണ വരുന്ന വഴിയിലൂടെയാണ്. പക്ഷേ എപ്പോഴും വരുന്ന വഴിയിൽ ഒരു വെറൈറ്റി വേണം എന്നുള്ളവർക്ക് മസനഗുഡി വഴി വരാവുന്നതാണ്. മസനഗുഡി വഴി വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, തിരിച്ചു പോകാനായിട്ട് ആ വഴി പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു ബോർഡർ, ഈ വഴി വരുന്നതാണ് നമ്മൾ മസനഗുഡി വഴി വരുമ്പോൾ ഊട്ടിയിലേക്ക് വന്നു ചേരുന്നത്. കാണാം മസനഗുഡി 68 കിലോമീറ്റേഴ്സ് എന്ന്. മാത്രമല്ല 36 ഹെയർ പിൻ വളവുകൾ കയറിയിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തിച്ചു വരുന്നത് മസനഗുഡി വഴി വരുന്ന സമയത്ത്. അത്രയും ഒരു വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്താണ്. പക്ഷേ നമ്മൾ ഈ വരുന്ന അത്രയും വ്യൂ പോയിന്റ്സ് നമുക്ക് കിട്ടില്ല. അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരുന്നത്. നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനകളെ സ്ഥിരമായിട്ട് നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് വഴിയാണ് നമ്മൾ മസനഗുഡിയിലേക്ക് പോകുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ തെപ്പക്കാടൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതും വേറൊരു കാഴ്ചയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് മൊട്ടക്കുന്ന് അഥവാ ഷൂട്ടിംഗ് പോയിന്റ്. നമ്മുടെ ഹരികൃഷ്ണൻസ് മൂവിയിലെ സോങ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഷൂട്ടിംഗ് പോയിന്റ് വഴിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. ഈ ഷൂട്ടിംഗ് പോയിന്റ് നമുക്കൊരു വളരെ വേർത്തായിട്ടുള്ളൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് അതിൻ്റെ ആ ഒരു എൻട്രി വരുന്നത്. ഇപ്പോഴത്തെ സൈഡിലും നമുക്ക് ഷൂട്ടിംഗ് പോയിന്റ് പോലെ തന്നെ മൊട്ടക്കുന്നുകൾ കാണാമെങ്കിലും അവിടെ നമുക്ക് കയറി പോകാവുന്നതാണ്. പക്ഷേ മറ്റേതിന് അത്ര ഹൈറ്റ് ഇല്ല. ഈ ഷൂട്ടിംഗ് പോയിന്റിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഊട്ടിയുടെ കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അറൗണ്ട് 1 കിലോമീറ്റേഴ്സ് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ റോഡിലൂടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഹങ്കർ ഫോർട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഹങ്കർ ഫോർട്ടിലേക്കുള്ള ഈ ഒരു റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു റോഡാണ്, മണ്ണിടിഞ്ഞിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കാണോ പോകുന്നത് എന്ന് തോന്നും. അവിടുത്തെ ഈ ഒരു മരങ്ങളും എല്ലാം വളർന്നു നിൽക്കുന്നത് കണ്ടാൽ നമുക്കൊരു പ്രത്യേകതര ഒരു കാഴ്ചയാണ്. നമ്മൾ ഹങ്കർ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹങ്കർ ഫോർട്ട്. നമ്മുടെ ചാർലി മൂവിയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു പ്ലേസ് ആണിത്. ഹങ്കർ ഫോർട്ടിലെ ആ ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ഇതിനുള്ളിലേക്ക് എൻട്രി ഇല്ല. നമുക്ക് അവിടെ തന്നെ തേയില പറിക്കുന്ന ചേച്ചിമാരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഒരു മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നതാണ്, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു മുള്ളുവെയിൽ കടന്ന് അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്.
നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. 100 രൂപ കൊടുത്തിട്ട് പോകത്താണോ എന്നുള്ളത് നമ്മൾ പോയിട്ട് തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനായി മുകളിലേക്ക് കയറി പോകുന്നവരാണ്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഹംഗർഫോർഡ്. ഉള്ളിലേക്ക് കടന്നാൽ ഇവിടെ ഈ ഒരു വീടും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പണ്ടത്തെ ആ ഒരു മരം കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ കയറുന്നതിൻ്റെ സൈഡിലൊരു ഗണപതിയുടെ ചെറിയൊരു ടെമ്പിൾ എന്ന് പറയാൻ ചെറിയൊരു കുഞ്ഞു റൂമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു 100 രൂപ കൊടുക്കാതെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അവർ എൻട്രി അനുവദിക്കില്ല. നമ്മൾ ഹംഗർഫോർഡിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. അതിന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് കർണാടക പാർക്കിലേക്കാണ്. നമ്മളിതാ ഇവിടെ കർണാടക പാർക്കിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക പാർക്കിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. കർണാടക പാർക്കിലും നമ്മൾ ഈ പറയുന്ന പോലെ എൻട്രി 100 രൂപയാണ്. കർണാടക പാർക്കിൻ്റെ മെയിൻ ഗേറ്റാണ്. അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഒരാൾക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ്. കർണാടക പാർക്ക് ഒരുപാടധികം നമുക്ക് അവിടെ കാണാനുണ്ട്. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഉള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ നമുക്ക് ധാരാളം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ആനയൊക്കെ കാണാൻ വളരെ മനോഹരമാണ്, ഈ കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മരങ്ങൾ, നമ്മുടെ ഈ ബുഷസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാൾസ് എല്ലാം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു കർണാടക പാർക്ക് നമുക്ക് 100 രൂപയ്ക്ക് അത്രയും വർത്താണ്, 100% ഷുവറാണ്. നമ്മൾ കുട്ടികളായിട്ടാണ്, നമ്മളൊരു ഫാമിലി ആയിട്ടാണെങ്കിലും ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാനായിട്ട് നമുക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഇതിനുള്ളിൽ നമുക്ക് ധാരാളം റീൽസ് എടുക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ കർണാടക പാർക്ക്. ഊട്ടിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹംഗർഫോർഡിലേക്ക് വന്ന സമയത്ത് ആ ഒരു അവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. നമ്മൾ എന്നും പോകുന്ന സ്ഥലങ്ങളെക്കാൾ ഉപരി. അപ്പോൾ നിങ്ങളുടെ അടുത്ത യാത്ര ഊട്ടിയിലെ ഹിഡൻ പ്ലേസസിലേക്ക് ആവട്ടെ. താങ്ക് യു. ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ഊട്ടിയിലെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് അവോയ്ഡ് ചെയ്ത് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുക. ഈ 3 മല്ലന്മാരായിരുന്നു ഇന്നത്തെ എൻ്റെ യാത്രയിലുണ്ടായിരുന്നത്. And comment your opinions about my channel in the comment box. Thank you so much.